ഇക്കാസിയിട്ട് പിടിച്ചാ കമ്പി കേക്കാൻ പാട്ട് പൊന്നാര ബീബാളെ ഇതിങ്ങനെ ഉരുത്തി അടക്കണ സുഖമൊന്നും ഉണ്ടാവില്ലട്ടത് റോട്ടിക്ക് ഇറങ്ങി കഴിഞ്ഞാലേ. കാരണം എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ബസ് ഡ്രൈവർമാർക്കാണ് കുറ്റം. കാരണം റോഡിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ബാക്കിയുള്ള വണ്ടിക്കാർക്കോ റോഡ് ഉപയോഗിച്ച് വേറെ ആർക്കൊന്നും കുഴപ്പങ്ങളില്ല, ബസ് ഡ്രൈവർക്ക്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ബസ് ഡ്രൈവർ അനുഭവിക്കുന്ന കാരണങ്ങൾ എന്ത് ചെയ്താലും കുറ്റക്കാരെ അവരെ തന്നെയായിക്കാരം. പക്ഷേ ആ ഓല് റോഡിൽ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളൊരു ജംഗ്ഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇതേമാതിരി ഇങ്ങനെ ജംഗ്ഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു വാഹനം നിർത്തുമ്പം മുന്നിലെ വാഹനത്തിൻ്റെ ടയറും റോഡും കാണുന്ന രീതിയിലാണ് വാഹനം നിർത്തേണ്ടത്. അപ്പം അങ്ങനത്തെ ഒരു ഇതിലൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എല്ലാ ഡ്രൈവർമാരെയാണ് നിർത്തിക്കോണെന്ന്, അഥവാ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊക്കെ പോകുമ്പോഴും നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ആരെയിലേക്ക് വന്നാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഡ്രൈവർ ഓണടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ തമ്മിൽ വർത്താനായി, ഡ്രൈവർ കോളം അടിച്ചല്ലായി, പ്രശ്നങ്ങളായി, അപ്പോഴും പിന്നെ ഒരു ഇൻ്റെ രണ്ടിൻ്റെ കട വർത്താനമായി കുറേ ഡ്രൈവർമാർ ഒഴിവാക്കി വിടും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്ട് വണ്ടി കയറിയാണ്ട് പോകും. ഈ ഡ്രൈവർ ആ രണ്ടിൻ്റെ കണക്കാക്കാൻ വേണ്ടി വണ്ടി വിടണം. അപ്പോൾ ഓരോരുത്തർ അങ്ങനെയും പ്രശ്നങ്ങൾ, വണ്ടി ഓവർ സ്പീഡാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനൊക്കെ കാരണക്കാർ ഈ ബസ്സിൽ ഡ്രൈവറെ മാത്രമാണോ? അതേമാതിരി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണാം അതേമാതിരി സ്റ്റാൻഡിൻ്റെ മുന്നിൽ വണ്ടി നിർത്തിയിട്ടുണ്ടാവും. ഒരു വാഹനം നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ സേഫ് ആൻഡ് കൺവീനിയൻ്റ് ലീഗൽ പൊസിഷൻ, അതായത് സുരക്ഷിതമായി ഉള്ള സ്ഥലത്താണ് നമ്മൾ പാർക്ക് ചെയ്യേണ്ടത്, നിയമപരമായിട്ടുള്ള. അപ്പം അങ്ങനെ പാർക്ക് ചെയ്യണ വാഹനങ്ങൾക്ക് റോട്ടിലല്ല പാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ കടകൾക്കാണെങ്കിൽ കടകൾക്ക് പാർക്കിംഗ് ഉണ്ടാവും, അല്ല റോട്ടിലല്ല പാർക്ക് ചെയ്യേണ്ടത്. അപ്പം അതൊക്കെ ഈ ബസ് ഡ്രൈവർമാർക്കുള്ള ഇതാണ്. ഇപ്പം നമ്മൾ കൊണ്ടോട്ടി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ടാവും, മുന്നിൽ ബ്ലോക്ക് ചെയ്യിക്കാരം. അപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് പോകുമ്പോൾ ഒരു യാത്രക്കാരൻ വന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കും, ഡോർ ഇറക്കി അല്ലെങ്കിൽ മുന്നിൽ വന്നാണ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഡ്രൈവർക്ക് ഈ ഗ്ലാസ് കൂടെ കാണുമ്പോൾ ആ യാത്രക്കാരൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവർക്ക് വണ്ടി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ മുന്നോട്ട് ഇങ്ങനെ ചലിക്കുമ്പോൾ അയാളെ കയ്യോ കാലിനുള്ള കുടുങ്ങി കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആണ്. അപ്പം നമ്മൾ ഡോറ് തുറന്നാണ്ട് കണ്ടക്ടർ ആരെയും കയറ്റി കൊടുക്കുകയാണെങ്കിൽ അത് ഏക്കാരും പോലീസുകാരും ബാക്കിയുള്ളവരും കാണുക. അപ്പോൾ ആ ബസ് ഡ്രൈവർ ബ്ലോക്ക് ഉണ്ടാക്കി എന്ന് പറയും. അതിനൊക്കെ കാരണം ഈ ബ്ലോക്കിൻ്റെ ഏക്കാരം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഡ്രൈവർമാരെ മേത്തേക്കാണ് വരുന്നത്. അപ്പോൾ റോഡ് ഉപയോഗിക്കുന്ന മറ്റു ഡ്രൈവർമാർ, നമ്മളെ യാത്രക്കാർ എല്ലാവരും കൂടി സഹകരിച്ചാലേ എല്ലാ വണ്ടി സുഖമായിട്ട് റോട്ടിൽ കൂടെ ഓടിക്കാൻ കഴിയുള്ളൂ, നമ്മൾ അഹങ്കാരം ഒഴിവാക്കി. അപ്പോൾ ആ രീതിയിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴത്തെ ലെവലിൽ ബസ്സുകളും ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. മറ്റേത് എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ബസ് ഡ്രൈവർമാർ വേറെ ഡ്രൈവർമാരൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞാണ്ട് വണ്ടി അഥവാ കുറഞ്ഞൊരു സ്പീഡ് കൂടി കഴിഞ്ഞാൽ അപ്പോൾ യാത്രക്കാരൻ്റെ ചോദ്യം, ഒടുക്കാജ് പോണത് അങ്ങോട്ട് അർജൻറ്റ്, അങ്ങനെ അയാളെ വക അല്ലെങ്കിൽ ആ യാത്രക്കാരൻ്റെ വക വേറെ കുറച്ച് സമയം കളയലും. ഇതൊക്കെ പാടെ ഈ ഡ്രൈവർ വേണം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ. കാരണം ഓരോ സ്ഥലത്തും ഓരോ ടൈമുകളുണ്ട്, ഓരോ പോയിന്റിന്. അതായത് ഓരോ സ്റ്റേജ് 2.5 കിലോമീറ്റർ ആണ് ഒരു സ്റ്റേജ്. അപ്പോൾ വലിയ വണ്ടിക്ക് അതിനായിട്ടുള്ള ടൈം കമ്മി ഉണ്ടാവും. മിനി ബസ്സിനാണെന്നുണ്ടെങ്കിൽ 2.5 കിലോമീറ്റർ 6 മിനിറ്റ് ആണ്. അപ്പം അങ്ങനത്തെ ഓരോ സംഗതികളുണ്ട്. അപ്പോൾ ആ ടൈം, അപ്പോൾ ഈ KSRTC ഈ ടൈമും കാര്യങ്ങളൊന്നും ഇല്ല. ബിഫോറിൽ പോകരുത് എന്നുള്ളൂ KSRTC, ബാക്കിക്ക് അത്രയും പോവാം. അപ്പോൾ KSRTC പ്രൈവറ്റ് ബസ്സിനെയും നിങ്ങൾ താരതമ്യം ചെയ്യരുത്. പിന്നെ ഇതിലൊക്കെ ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ ബാറ്റൊക്കെ, അതായത് വണ്ടി ഓടിൻ്റെ എത്ര ശതമാനം ക്ലീനർക്ക്, കണ്ടക്ടർക്ക്, ഡ്രൈവർക്ക് ഇങ്ങനെയാണ് ഉള്ളത്. അല്ലാതെ ശമ്പളമായിട്ട് മുതലാളിമാർ ആരും കൊടുക്കണില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഈ റോഡിൽ നമ്മൾ മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇവരൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മാത്രമേ നമ്മളെ ബസ്സിൻ്റെ അപകടം മറ്റു അപകടങ്ങളും കുറക്കാൻ കഴിയുള്ളൂ. അല്ല ഒരു ബസ് ഡ്രൈവർ മാത്രം വിചാരിച്ചുകൊണ്ട്, അല്ല ഒരു പ്രൈവറ്റ് ബസ് ഡ്രൈവർ മാത്രം വിചാരിച്ചുകൊണ്ട് ഈ അപകടങ്ങളൊന്നും കുറയില്ല. പിന്നെ വണ്ടിയിൽ കയറുന്ന യാത്രക്കാരും ശ്രദ്ധിക്കണം. ഒരു സ്റ്റോപ്പിൻ്റെ 2 സ്റ്റോപ്പിൻ്റെ അടിയിൽ 5 അൺസ്റ്റോപ്പാണ്. അപ്പോൾ അതൊക്കെ ഈ ഡ്രൈവറെ നിർത്തി ആളെ ഇറക്കി, കയറാണ്ടായാലും ഇറങ്ങാണ്ടായാലും നിർത്തി ആളെ കയറ്റി പോകുമ്പോൾ പിന്നെ സമയം വൈകാണ്. ഇതിനൊക്കെ കാരണക്കാരാണ് ഈ ഡ്രൈവർ മാത്രമാണോ? എൻ്റെ ചോദ്യം, ഈ ഡ്രൈവർ മാത്രമാണോ? അത് നമ്മൾ റോഡ് ഉപയോഗിക്കണ എല്ലാവരും ഇതിൽ ഉത്തരവാദിയാണ്. ബ്ലോക്ക്. അപ്പോൾ പൊന്നാര ബീബാളിൻ്റെ ചോദ്യം, ഈ റോഡിലെ അപകടങ്ങളൊക്കെ ഉണ്ടാക്കണ ഡ്രൈവർ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർ മാത്രമാണോ, അതോ ഈ റോഡ് ഉപയോഗിക്കുന്ന മറ്റു ഡ്രൈവർമാർക്ക് ഇത് പങ്കുണ്ടോ? നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയും.
നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ റോഡിൽ പാർക്ക് ചെയ്ത് കണ്ട് സാധനം വാങ്ങാൻ പോകുന്നുണ്ടോ ഇല്ലേ? അപ്പോൾ നിങ്ങൾ ആ പാർക്ക് ചെയ്ത സ്ഥലം സേഫാണോ, അത് ആ റോഡ് മാർക്കിംഗ് കവർ ചെയ്ത് നിൽക്കുന്നുണ്ടോ? അപ്പം നമ്മളെ റോഡിലെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാവരും ഒരുപോലെ പാലിച്ചാൽ തന്നെ നമ്മളെ ഈ റോഡിലെ അപകടങ്ങളും നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനും കഴിയുള്ളൂ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.